ഇന്നിപ്പോ സമരം നടത്താൻ വന്ന മഹിളാ മോർച്ച പ്രവർത്തകരെ കുറിച്ചാണ്. പ്രിയപ്പെട്ട മഹിളാ മോർച്ച പ്രവർത്തകരായ എൻ്റെ സഹോദരിമാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇന്ന് സമരം നടത്തുന്ന സമയത്ത് കേരളത്തിൽ ഭരണഘടനാപരമായി ഇരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കാവൽ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ ആർക്കെതിരെയാണോ സമരം ചെയ്യാൻ ഉദ്ദേശിച്ചത് അവരുടെ സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ല. ഇപ്പോഴും നിയുക്ത മുഖ്യമന്ത്രിയായി തന്നെ തുടരുകയാണ്. കോൺഗ്രസിന്റെ ലെജിസ്ലേറ്റീവ് പാർട്ടി നേതാവായും UDFന്റെ ലീഡറായിട്ടും മാത്രമാണ് നിലവിൽ VD സതീശനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് എന്തുദ്ദേശത്തിലാണോ മഹിളാ മോർച്ച പ്രവർത്തകർ സമരത്തിന് നിർദ്ദേശം കൊടുത്ത ഒരു ബുദ്ധികേന്ദ്രം ഉണ്ടാവുമല്ലോ, എനിക്ക് മനസ്സിലാവുന്നില്ലേ. പക്ഷെ നിങ്ങൾ ആർക്കെതിരെ സമരം നടത്തിയത്? എങ്ങനെയാണ് UDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദാനം കാവൽ മന്ത്രിസഭയിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപ്പാക്കുക? എങ്ങനെയാണ് KSRTCക്ക് അത് സൗജന്യ യാത്ര കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സമരത്തിനൊക്കെ ഇറങ്ങുന്നതിന് മുൻപ് എന്തിനു വേണ്ടി സമരം ചെയ്യുന്നു, ആ സമരത്തിന്റെ കാരണം എന്താണ്, യഥാർത്ഥത്തിൽ ഈ സമരത്തിനുള്ള കാരണം നിലനിൽക്കുന്നതാണോ തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ മഹിളാ മോർച്ചയിലെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാർ മനസ്സിലാക്കും എന്നാണ്. അതല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ വെറുതെ ട്രോൾ ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതിലൊരു കാരണവശാലും VD സതീശനെയോ UDFനെയോ കുറ്റം പറയാനും പറ്റത്തില്ല. കാര്യം ഇന്നിപ്പോൾ സർക്കാർ അവരല്ലല്ലോ. സർക്കാർ ഇപ്പോഴും പിണറായി അല്ലേ, കാവൽ സർക്കാരല്ലേ ഇപ്പോഴും തുടരുന്നത്.